ഗെയിമിനെയൊക്കെ എന്തായാലും ഇട്ടിരിക്കും. എങ്ങനെയുണ്ട് ഓണം തൂക്കും ഉറപ്പാ. മോഹൻലാലും അതേപോലെ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. അടിപൊളി പടം, പൊളിപ്പടം, ആക്ഷൻ ഒരു രക്ഷയില്ലാത്തോളം. എങ്ങനെയുണ്ട് ലാലേട്ടനും അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. രാജുവേട്ടന്റെ ഫൈറ്റ് ഒക്കെ അടിപൊളി, തൂക്കി അടിപൊളി. എങ്ങനെയുണ്ട് പൃഥ്വിരാജ്? അടിപൊളിയല്ലേ? ഇനി വരാൻ പോകുന്ന മാത്രം ഞങ്ങൾ ഓണം തൂക്കി ഇവിടെ നോക്കി. അടിപൊളി അടിപൊളി ഫുൾ ആക്ഷൻ ഇടി ഫുള്ള്. എങ്ങനെയുണ്ട് രാജുവേട്ടൻ? അടിപൊളി. മറ്റേ എങ്ങനെയുണ്ട് പൃഥ്വിരാജ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു, അത്രേ ഉള്ളു. ആ പടം ഒഴുക്കിനങ്ങ് പോയി. എങ്ങനെയുള്ള ഒരു പക്ക ആക്ഷൻ പടമാണോ? ആക്ഷൻ പടം. എങ്ങനെയുണ്ട് മൊത്തത്തില്? ഓണം തൂക്കോ? ഓണം തൂക്കോ? കുഴപ്പമില്ല, കണ്ടിരിക്കാൻ. ആക്ഷനും പരിപാടി എങ്ങനെയാണെന്ന് പറയാമോ? പറഞ്ഞോ. ആക്ഷനൊക്കെ കൊള്ളായിരുന്നു, അടിപൊളി പടമായിരുന്നു. ഓണത്തിന് എന്തായാലും ഒരു വൺ ഹിറ്റ് തന്നെയായിരിക്കും. ഇറ്റായിരിക്കും. എങ്ങനെയുള്ളൊരു സിനിമയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അറിയത്തില്ല. എങ്ങനെയുണ്ട് ലാലേട്ടനൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു? അവര് കണ്ടു, എല്ലാവരും കണ്ടിട്ട് പടം അടിപൊളി, ഒന്നും പറയാനില്ല. കാണാ, എല്ലാവരും സസ്പെൻസ് ഒന്നും പൊളിക്കരുത്. എങ്ങനെയുണ്ട് ഓണം തൂക്കും സിനിമ? അങ്ങനെ വെച്ച് കഴിഞ്ഞാ പലതും പല രീതിയിലായിരിക്കുമല്ലോ. ബദലഹേമൊക്കെ ഒരു ഫാമിലി മൂവിയാണ്, ഇത് കുറച്ച് അടിച്ചു പൊളിക്കാനുള്ള മൂവിയാണ്. അപ്പൊ കാണേണ്ട ആൾക്കാർക്ക് എല്ലാം ഗെയിമിനെയൊക്കെ എന്തായാലും ഇട്ടിരിക്കും. അതും പറയാൻ പറ്റത്തില്ല. നല്ല പടമാണെന്നുണ്ടെങ്കിൽ എല്ലാ പടവും ഓടും. മസ്റ്റ് വാച്ച്. എങ്ങനത്തെ ഒരു സിനിമയായിരുന്നു? ഫുൾ ആക്ഷൻ. തിയേറ്ററിന് അല്ല, ഓണത്തിന് തിയേറ്ററിലൊരു ഉണ്ട്. ഫാമിലിക്ക് കാണുന്നു. പറ്റും. ലാലേട്ടൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ തിയേറ്റർ കുലിക്കുവോ? എങ്ങനെയുണ്ട് ഓണം തൂക്കും? ഉറപ്പാ. ഓണം തൂക്കുവോ? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ഖലീഫ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. മോഹൻലാലും അതേപോലെ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. നൈസാണ്, അത് കാണാൻ വേണ്ടി കാണാൻ കുഴപ്പമില്ല. ഓണം തൂക്കും സിനിമ അങ്ങനെയൊന്നും പറയാൻ. എങ്ങനത്തെ ഒരു ഫുൾ ആക്ഷൻ പരിപാടിയാണോ തിയേറ്ററിൽ? ഫുൾ ആക്ഷൻ പരിപാടിയാണ്. പക്ഷേ ഫാൻസിനൊക്കെ സംഭവമൊന്നുമില്ല. ഫാൻസിനൊക്കെ നോർമൽ ഒരു വൈശാഖ് സിനിമ. ഫാമിലിക്ക് കാണാനുള്ളൂ. ഫാമിലിക്കാണ്.